കാറിന് തകരാർ എന്നിട്ടും റീഫണ്ട് നിഷേധിച്ചു. കലി കയറിയ കാറുടമ ഷോറൂമിലേക്ക് കാറിടിച്ചു കയറ്റി. വീഡിയോ വൈറൽ. പുതുതായി വാഹനങ്ങൾ വാങ്ങുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്സാരമായ ചില പോറലുകൾ മുതൽ ഗുരുതരമായ സാങ്കേതിക പ്രശ്നങ്ങൾ വരെ വാഹനങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പുതിയ വാഹനങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനോ അതല്ലെങ്കിൽ ഉപഭോക്താവിന് വാഹനം മാറ്റി നൽകാനോ ചില കമ്പനികൾ തയ്യാറാകുന്നു. എന്നാൽ ഷോറൂമുകാർക്ക് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതിന് കാർ കമ്പനികളുടെ അനുമതി കൂടി വേണം. കഴിഞ്ഞ ദിവസം യുഎസിലെ യൂട്ടായിൽ സമാനമായൊരു സംഭവം നടന്നു. ഷോറൂമിൽ നിന്നും പുതിയ കാർ വാങ്ങിയതിന് പിന്നാലെ വാഹനത്തിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയെങ്കിലും റീഫണ്ട് ചെയ്യാൻ ഷോറൂമുകാർ വിസമ്മതിച്ചത് കാർ ഉടമയെ പ്രകോപിതനാക്കി. പിന്നാലെ അതേ കാർ ഓടിച്ച് ഷോറൂം ഇടിച്ചു തകർത്താണ് ഇയാൾ പ്രതികാരം ചെയ്തത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. മൈക്കൽ മുറി എന്നയാൾ ടിംഡാലെ മസ്ദ സൗത്ത് ടൗണിൽ നിന്ന് സുബാരു ഔട്ട്ബാക്ക് വാങ്ങിയെങ്കിലും ആദ്യ ഓട്ടത്തിനിടെ തന്നെ വാഹനത്തിൽ നിരവധി പ്രശ്നങ്ങൾ കണ്ടെത്തി. തുടർന്ന് അപ്പോൾ തന്നെ മൈക്കൽ ഷോറൂമിൽ തിരിച്ചെത്തി പരാതി പറയുകയും മുഴുവൻ തുകയും ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വിറ്റ വാഹനത്തിന്റെ പണം തിരികെ കൊടുക്കാനോ മറ്റൊരു വാഹനം മാറ്റി നൽകാനോ കഴിയില്ലെന്നായിരുന്നു ഷോറൂം മാനേജറുടെ മറുപടി. ഇതിൽ പ്രകോപിതനായ മൈക്കൽ ഷോറൂമിന്റെ വാതിലിലൂടെ കാർ കയറ്റുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. വൈകിട്ട് 4 മണിയോടെ വാഹനവുമായി തിരികെ വന്ന മൈക്കൽ പറഞ്ഞതുപോലെ ഷോറൂമിന്റെ മുൻവാതിലിലൂടെ കാർ ഇടിച്ച് കയറ്റുകയായിരുന്നു. വാഹനം ഇടിച്ച് അകത്ത് കയറ്റിയ ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് അലറി വിളിച്ച് മൈക്കൽ പുറത്തേക്ക് പോകുന്നതും വീഡിയോയിൽ കാണാം. അതേസമയം ഷോറൂമിലുണ്ടായിരുന്ന തൊഴിലാളികൾ ഭയന്ന് നിലവിളിക്കുന്നതും കേൾക്കാമായിരുന്നു. മൈക്കിളിന്റെ നടപടി തങ്ങൾക്ക് $10,000 നഷ്ടമുണ്ടാക്കിയതായും ഷോറൂം അറിയിച്ചു. അപകട സമയത്ത് 7ഓളം ജീവനക്കാർ മുൻവാതിലിന് അടുത്തുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഷോറൂം ഇടിച്ച് തകർത്തതിനെ തുടർന്ന് ക്രിമിനൽ നടപടിക്കും അശ്രദ്ധമായ വാഹനം ഓടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും മൈക്കിളിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഷോറൂം ഇടിച്ചു തകർത്തതിനെ തുടർന്ന് ക്രിമിനൽ നടപടിക്കും അശ്രദ്ധമായ വാഹനം ഓടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും മൈക്കിളിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.